ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജേർണി വിത്ത് പാത്തോസ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കുന്നത്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അപ്പം യൂഷ്വലി മഴയൊക്കെയാണല്ലോ, അപ്പം നമുക്ക് വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫുൾ ബോഡി വർക്കൗട്ട് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ഷോർട്സ് ആണ്. എനിക്കറിയാവുന്ന ഓരോ എക്സസൈസിൻ്റെയും ബെനിഫിറ്റ്സ് ആട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ഇന്നലെ 5 മിനിറ്റ്സ് വാംപ്പ് ചെയ്തിട്ടാണ് നമ്മുടെ മെയിൻ വർക്കൗട്ടിലേക്ക് വന്നത്. അപ്പം ഞാൻ ചെയ്തിരുന്ന 4 എക്സസൈസ്: ജമ്പിങ് ജാക്സ്, ഹൈ നീസ്, സ്പോട്ട് ജോഗിങ്, ആം സർക്കിൾസ്. ഇത്രയാണ് ഞാൻ വാമപ്പ് എക്സസൈസ് ആയിട്ട് ഞാൻ ചെയ്തത്. നമ്മളൊരു വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ ബെനിഫിറ്റ്സ്, ആ ഒരു എക്സസൈസ് കൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റാണ് ഉണ്ടാവുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു വർക്കൗട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ചെയ്തിട്ടോ നമുക്ക് അതുകൊണ്ടൊരു യൂസ് നമ്മുടെ ബോഡിയിലുണ്ടാവും, പക്ഷെ അത് നമുക്ക് ഒരു അറിവുണ്ടാവില്ല, നോളജ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന എക്സസൈസിൻ്റെ ബെനിഫിറ്റ്സൊക്കെ അറിഞ്ഞിരിക്കുക എന്നത് നമ്മുടെയും കൂടി നോളജിൻ്റെ ഭാഗമാണ്. ഫസ്റ്റ് വൺ ജമ്പിങ് ജാക്സ് ആണ്. അപ്പം ജമ്പിങ് ജാക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി വാംപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളാണ്. പിന്നെ നമ്മുടെ ഹെർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും കലോറി ബേൺ ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ കോർഡിനേഷൻ ഇമ്പ്രൂവ് ചെയ്യാനും ഈ ഒരു എക്സസൈസ്, ജമ്പിങ് ജാക്സ് എക്സസൈസ് യൂസ്ഫുള്ളാണ്. ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഫുൾ ബോഡി ആക്ടിവേറ്റ് ആവുകയും നമ്മുടെ കാർഡിയോ ബൂസ്റ്റായി കലോറീസ് ബേൺ ചെയ്യുകയും നമ്മുടെ മസിൽസൊക്കെ ലൂസ് ആവാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. രണ്ടാമത്തെയാണ് ഹൈ നീസ് എക്സസൈസ്. ഇത് ചെയ്യുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാമിന ഇംപ്രൂവ് ചെയ്യുകയും നമ്മുടെ ലെഗ് മസിൽസ് സ്ട്രെങ്തൻ ചെയ്യുകയും കോർ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നു. ബോഡി ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനും ഈ ഒരു എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നു. ഇത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കോർ മസിൽസ് ടൈറ്റ് ചെയ്തിട്ട് വേണം ഈ ഒരു ഹൈ നീ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഒരു ഹൈ നീ എക്സസൈസ് എന്ന് പറയുന്നത് നല്ലൊരു കാർഡിയോ വർക്കൗട്ടാണ്. പിന്നെ നമ്മുടെ ഹെർട്ട് റേറ്റ് ഇൻക്രീസ് ചെയ്യുകയും സ്പീഡ് പ്ലസ് സ്റ്റാമിന ഇംപ്രൂവ് ചെയ്യുകയും ഈ ഒരു വർക്കൗട്ടിലൂടെ ലെഗ് മസിൽസ് ആക്റ്റീവ്ലി എൻഗേജ് ആയി കാർഡിയോ സ്ട്രെങ്തൻ എൻഹാൻസ് ആവുകയും ചെയ്യുന്നു. തേർഡ് വൺ ആണ് ആം സർക്കിൾസ്. ഷോൾഡർ ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവുകയും ഷോൾഡർ ഇഞ്ചുറി അല്ലെങ്കിൽ ഷോൾഡർ പെയിൻ ഒക്കെ അവോയ്ഡ് ചെയ്യാനും കഴിയും. ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. നമ്മുടെ ഷോൾഡർ മൊബിലിറ്റി ഇംപ്രൂവ് ചെയ്യുകയും പിന്നെ നമ്മുടെ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യുകയും പിന്നെ നമ്മുടെ ഷോൾഡർ ഇഞ്ചുറീസും ഒക്കെ അവോയ്ഡ് ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഫോർത്ത് വൺ ആണ് സ്പോട്ട് ജോഗിങ്. കാർഡിയോ വാസ്കുലർ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുകയും എൻഡുറൻസ് ആൻഡ് സ്റ്റാമിന ഇംപ്രൂവ് ചെയ്യുകയും നമ്മുടെ മെൻ്റൽ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനും ലോവർ ബോഡി മസിൽസ് ഇംപ്രൂവ് ചെയ്യാനും അല്ലെങ്കിൽ എൻഹാൻസ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നു. മെയിൻ വർക്കൗട്ടായിട്ട് ചെയ്തിരുന്ന എക്സസൈസ് ആണ് പുഷപ്സ്, സ്കോട്ട് എന്ന് പറയുന്നത് നമ്മൾ ബോഡി വെയ്റ്റ് സ്കോട്ടാണ് ചെയ്തത്. പിന്നെ പ്ലാങ്ക് ഷോൾഡർ ടാപ്സ്, പിന്നെ മൗണ്ടൻ ക്ലൈംബേഴ്സ്, സൂപ്പർമാൻ ഹോൾഡ്, പിന്നെ വാൾ സിറ്റ്. നമ്മൾ ഈ ഒരു എക്സസൈസ് ആണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് എക്സസൈസിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പുഷപ്സിൻ്റെ ബെനിഫിറ്റ് ഷോൾഡർ ആൻഡ് ട്രൈസെപ്സ് മസിൽസ് ഡെവലപ്പ് ചെയ്യാനും കോർ എൻഗേജ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിലൂടെ നമ്മുടെ അപ്പർ ബോഡി സ്ട്രെങ്തൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, ഗൈസ് അപ്പുറത്തെ വീട്ടിലെ പട്ടി കരയുന്നുണ്ട്, അപ്പോൾ അത് കരഞ്ഞ് തീർക്കട്ടെ എന്നിട്ട് ഞാൻ സംസാരിക്കാം കേട്ടോ. അപ്പോൾ സെക്കൻഡ് വൺ ആണ് സ്കോട്ട്. അപ്പം ഞാൻ ബോഡി വെയ്റ്റ് സ്കോട്ടാണ് ചെയ്തത്. ചിലരൊക്കെ ഫ്രീ സ്കോട്ട് എന്ന് പറയും, ബോഡി വെയ്റ്റ് സ്കോട്ട് എന്ന് പറയും. അപ്പോൾ സ്കോട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഹിപ്പ് ഗ്ലൂട്ട്സ് ഒക്കെ ടോൺ ചെയ്യുകയും കോർ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ ലോവർ ബോഡി സ്ട്രെങ്ത് എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ മെയിൻ വർക്കൗട്ടിലെ മൂന്നാമത്തെ നമ്മൾ നോക്കാൻ പോകുന്നത് പ്ലാങ്ക് ഷോൾഡർ ടാപ്സ് ആണ്. ഇത് നമ്മുടെ കോർ മസിൽസ് സ്ട്രോങ് ആക്കുകയും ഷോൾഡർ സ്റ്റെബിലിറ്റി ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ബാലൻസ് ആൻഡ് കോർഡിനേഷൻ എൻഹാൻസ് ചെയ്യുകയും നമ്മുടെ അപ്പർ ബോഡി സ്ട്രെങ്തൻ ഇംപ്രൂവ് ചെയ്യുകയും അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് മൗണ്ടൻ ക്ലൈംബേഴ്സ് എക്സസൈസ് ആണ്. അപ്പോൾ മൗണ്ടൻ ക്ലൈംബേഴ്സ് എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ കാർഡിയോ വാസ്കുലർ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യുകയും നമ്മുടെ കോർ സ്ട്രെങ്തൻ ആവുകയും ചെയ്യുന്നു. അതിലൂടെ തന്നെ നമ്മുടെ ലെഗ് മസിൽസ് എൻഗേജ് ആവുകയും നമ്മുടെ കോർഡിനേഷൻ മസിൽസ് എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ മൗണ്ടൻ ക്ലൈംബേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ഹെർട്ട് റേറ്റ് ബൂസ്റ്റ് ആവുകയും അതിലൂടെ സ്റ്റാമിന ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നു. സൂപ്പർമാൻ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മുടെ ലോവർ ബാക്ക് മസിൽസ് ഇംപ്രൂവ് ചെയ്യുകയും കോർ മസിൽസ് എൻഗേജ് ആവുകയും പോസ്റ്റർ കറക്റ്റ് ചെയ്യാനും നമ്മുടെ സ്പൈൻ ഫ്ലെക്സിബിലിറ്റി എൻഹാൻസ് ചെയ്യാനും ഈ ഒരു സൂപ്പർമാൻ എക്സസൈസ് ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു സൂപ്പർമാൻ എക്സസൈസ് നമ്മുടെ ബാക്ക് പെയിൻ ഉള്ളവർക്കൊക്കെ ചെയ്യാൻ നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ എന്ന് പറയുമ്പോൾ സൂപ്പർമാൻ എക്സസൈസ് ഹോൾഡും ചെയ്യാം, അല്ലാണ്ട് മൂവ്മെൻറ്റ്സ് ആയിട്ടും നമുക്ക് ഈ ഒരു സൂപ്പർമാൻ എക്സസൈസ് ചെയ്യാൻ പറ്റും. വാൾ സിറ്റിംഗ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ തൈ മസിൽസ് സ്ട്രെങ്തൻ ചെയ്യാനും, തൈ മസിൽസ് മീൻസ് നമ്മുടെ ക്വാഡ്രിസെപ്സിനെയാണ് നമ്മൾ തൈ മസിൽസ് എന്ന് പറയുന്നത്. ക്വാഡ്സ് മസിൽസ് സ്ട്രെങ്തൻ ആവാനും ലെഗ് എൻഡ്യൂറൻസ് ഇംപ്രൂവ് ചെയ്യാനും ലോവർ ബോഡി സ്റ്റെബിലിറ്റി എൻഹാൻസ് ചെയ്യാനും കോർ മസിൽസ് എൻഗേജ് ചെയ്യാനും ഈ ഒരു വാൾ സിറ്റിംഗ് എക്സസൈസ് യൂസ്ഫുള്ളാണ്. എന്നിട്ട് നമ്മുടെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്തതാണ് കൂൾ ഡൗൺ എക്സസൈസ്.
കൂൾ ഡൗൺ സ്ട്രെച്ചിങ്സ്. അപ്പോൾ നമ്മളുടെ വർക്കൗട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും കൂൾ ഡൗൺ സ്ട്രെച്ചസ് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾ കൂൾ ഡൗൺ സ്ട്രെച്ചസിൽ ഞാൻ ചെയ്തേക്കുന്നത്, കൂൾ ഡൗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മസിൽസ് റിലാക്സ് ആവാനും സ്റ്റിഫ്നെസ് കുറയ്ക്കാനും പിന്നെ നമ്മുടെ ഇഞ്ചുറീസ് അവോയ്ഡ് ചെയ്യാനും നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും നമ്മളൊന്ന് കാം ആക്കാനും വേണ്ടിയിട്ടാണ് ഈ ഒരു കൂൾ ഡൗൺ സ്ട്രെച്ച് ചെയ്യുന്നത്.